ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വരുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് റീച്ചായി തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എൻ്റെ 2200 സംതിങ് അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇടയ്ക്ക് എനിക്ക് വിശക്കുമ്പോൾ മാത്രം ഞാൻ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിനാദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള കുനുകുനുകുനുകുനുകുനൂന്നരിയണം. സവാള കുനുകുനൂന്നരിഞ്ഞാലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ കണ്ടമുണ്ടം കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നല്ലപോലെ കുരുകുരൂന്നരിഞ്ഞെടുക്കണം. കൂടാതെ ക്യാരറ്റ്, അതേപോലെ തന്നെ കുക്കുംബറിന് കക്കിരി എന്ന് പറയും, ചില സ്ഥലത്ത് പൊട്ടുവെള്ളിരി എന്ന് പറയും. പൊട്ടുവെള്ളിരി എന്ന് പറയുമോ? അറിയില്ല. ഞാൻ എന്തായാലും കക്കിരി എന്നാണ് മിക്കപ്പോഴും പറയാറ്. അപ്പോൾ ഒരു കക്കിരി ഞാൻ എടുത്തിട്ടുണ്ട്. കക്കിരി എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ അരി കളഞ്ഞിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തത്. അത് ഞാൻ ഈ അരിയുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ ഇതാണ് നമ്മുടെ ഐറ്റം, വേറെ ഒന്നുമില്ല. താമരയുടെ കുരു, ഇതിനെന്തോ പേര് പറയും, മക്കയോ എന്തോ ഒരു സാധനം പറയും. പക്ഷേ ഞാൻ താമരയുടെ കുരു എന്നാണ് പറയാറ്. അപ്പോൾ താമരയുടെ കുരു ഇട്ടു. അതിനുശേഷം നമ്മുടെ ഹിന്ദിക്കാരൊക്കെ യൂസ് ചെയ്യുന്നൊരു സാധനമുണ്ട്. അയ്യോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന്. എന്താണ് എൻ്റെ പേര്? ചാട്ട് മസാല. അത് തന്നെ, ചാട്ട് മസാല. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നാരങ്ങ നീര്. അപ്പോൾ നാരങ്ങ നീര് നല്ല പിഴിഞ്ഞ് ഞെരടി അതിലേക്ക് മൊത്തം ഒഴിച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ 2-3 ഇളക്കുക. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഗൈസ്, അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ നല്ല എരിവുള്ള കപ്പലണ്ടിയൊക്കെയുള്ള നല്ല മിക്സർ. അപ്പം ഡയറ്റ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഈ മിക്സർ ഒഴിവാക്കിയിട്ട് ഈ ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇതുണ്ടാക്കി കഴിക്കാം. ഇല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കഴിക്കണം എന്നാണ് എങ്കിൽ നിങ്ങൾ മിക്സർ ഇട്ടോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടുതൽ വേണമെങ്കിൽ കുറച്ച് നട്ട്സും കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. നട്ട്സ് അല്ല കേട്ടോ, പീനട്ട്. കപ്പലണ്ടി, വേറെ ഒന്നുമല്ല, കപ്പലണ്ടി. അപ്പോൾ കപ്പലണ്ടി കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മണിയമ്മക്ക് എന്തോ മക്കന അത്രക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള മക്കന ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസും മണിയമ്മ കഴിച്ചായിരുന്നു. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഞാനും ഇരുന്ന ടി വിയും കണ്ടുകൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് പറഞ്ഞു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ചാട്ട് മസാലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തടിച്ചു. എന്തായാലും സംഭവം സൂപ്പറാണ്. പിന്നെ ഈ മക്കനയുടെ ഗുണം എന്ന് പറയുന്നത് ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെയധികം ശരീരത്തിന് നല്ലതാണ്. കാര്യം വിശപ്പ് അധികം അറിയില്ല ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്ര നല്ല ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് നമ്മുടെ താമരയുടെ കുരു. അപ്പോൾ താമരയുടെ കുരു കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. നടപടിയില്ല, ഇതിനെന്തൊക്കെയോ നല്ല പ്രോസസ്സിംഗ് ഉണ്ട്. ആ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴാണ് നമ്മുടെ പോപ്കോൺ പോലെ ഈ സാധനം സെറ്റ് ചെയ്ത് വരുള്ളൂ. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ എങ്ങനെയാണ് ഇത് മേക്ക് ചെയ്യണമെന്നുള്ള വീഡിയോ ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അച്ഛനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അച്ഛനും ഞാനും അമ്മയൊക്കെ കൂടി ഇരുന്ന് തിന്ന് തീർത്തു, രഞ്ജുവിന് വെച്ചില്ല. എന്തായാലും അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഇന്ദുജ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴത്ത് ഇടുക. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. എല്ലാവരും വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കുറേ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ അവരോട് പ്രത്യേകം പറയുന്നു, ജസ്റ്റ് ഒന്ന് ബെൽ ബട്ടൺ ഒന്ന് അമക്കിയാൽ മതി മാഷേ, വേറെ പരിപാടിയൊന്നുമില്ല. നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.